നല്ല സ്വാദുള്ള തോരൻ ഉണ്ടാക്കും. ക്യാബേജും കോഴിമുട്ടയും ചേർത്തിട്ടാണ് തോരൻ ഉണ്ടാക്കുന്നത്. ഒരു ക്യാബേജ് എടുത്തിട്ടുണ്ട്, ഇതാ നമ്മൾ ഇങ്ങനെ നുറുക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം 200 ഗ്രാം ഉണ്ടാവും. 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്, 2 സബോള നുറുക്കി, സബോളയുടെ അതേ കണക്കിൽ നാളികേരം ചിരകിയത്. ചീനച്ചട്ടി ചൂടാവുമ്പോൾ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. 1 ടീസ്പൂൺ കടുക് നല്ലോണം പൊട്ടിക്കഴിയുമ്പോൾ 3 ടേബിൾ സ്പൂൺ കപ്പലണ്ടി ചേർക്കാം. പച്ചക്കപ്പലണ്ടി ആയതുകൊണ്ട് ഫ്രൈ ആവണം, ഫ്ലെയിം കുറച്ച് വെക്കണം. സബോള നുറുക്കിയത് വഴറ്റാം, വെന്ത് സോഫ്റ്റ് ആയിട്ട് കിട്ടണം. ചതമുളക് 2 ടീസ്പൂൺ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ. മുളകിൻ്റെ പച്ചമണക്ക് മാറിയിട്ട് മൂത്ത് വരണം. ഇത് നാളികേരം ചിരകിയത് 1/2 കപ്പ് ഉണ്ടാവും. നാളികേരം ചൂടായാൽ മതി. ഉപ്പും കൂടി ചേർക്കാം, നല്ലോണം ഇളക്കാം. ഇനി ക്യാബേജ് നുറുക്കിയതും കൂടി ചേർത്തിട്ട് ഇളക്കാം. കടുക് പൊട്ടിക്കുന്ന സമയം തൊട്ട് തന്നെ നമ്മൾ ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കണത്. ഇത്തിരി വെള്ളം ഒഴിക്കാം. 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. ക്യാബേജ് വെന്ത് വരാൻ മാത്രം. അടച്ചു വെച്ച് 2 മിനിറ്റ് കഴിയുമ്പോൾ പാകവും. വെള്ളം വറ്റി ആവി തട്ടി വെന്ത് വന്നിട്ടുണ്ട്. ഇനി കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം, ഇളക്കി യോജിപ്പിക്കാം. കോഴിമുട്ടയ്ക്കും കൂടി കണക്കാക്കിയിട്ടാണ് നേരത്തെ പൊടികളൊക്കെ ചേർത്തേക്കണേ. ക്വാണ്ടിറ്റി നന്നായിട്ടുണ്ടാവും. ഇത് ഉതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി കറിവേപ്പില 2 തണ്ട് ചേർക്കാം. വറുത്തിടുന്ന സമയത്ത് കറിവേപ്പില ചേർത്തിട്ടില്ല. ഈ തോരനിൽ ഇങ്ങനെ ചേർക്കുമ്പോൾ നല്ല മണമാണ്. ഓഫ് ചെയ്തിട്ട് ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം. പച്ച വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും കൂടി നല്ല മണം വരുന്നുണ്ട്. ക്യാബേജ് തോരൻ ഇഷ്ടമില്ലാത്തവർക്കും ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ഇഷ്ടമാവും.